Hello dear students. So we'll start with quantum chemistry. അപ്പം നിങ്ങളെല്ലാവരും ഞാൻ അയച്ച വോയിസ് ക്ലിപ്പ് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് വാട്ട് ഇസ് ദ നീഡ് ഫോർ ക്വാണ്ടം മെക്കാനിക്സ്, വാട്ട് ആർ ദ ഫെയിലിയേഴ്സ് ഓഫ് ക്ലാസിക്കൽ ഫിസിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഫെയിലിയേഴ്സ് എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ കൊണ്ടാണ് ക്വാണ്ടം കെമിസ്ട്രിയുടെ ആവശ്യം, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആവശ്യം. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നതിൻ്റെ ആപ്ലിക്കേഷനാണ് ആക്ച്വലി ക്വാണ്ടം കെമിസ്ട്രി. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ലിമിറ്റേഷൻസ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. Okay, but this classical mechanics is applicable only to macroscopic systems. നമ്മൾ പഠിച്ച തെർമോഡൈനാമിക്സ് അത് മാക്രോസ്കോപ്പിക് സിസ്റ്റം ആയിരുന്നു. അപ്പോൾ ഈ തെർമോഡൈനാമിക്സ് എല്ലാം തന്നെ ക്ലാസിക്കൽ ഫിസിക്സ് ആണ്. അപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ പ്രിൻസിപ്പിൾസ്, തെർമോഡൈനാമിക്സ്, ന്യൂട്ടോണിയൻ ഫിസിക്സ്, അതെല്ലാം തന്നെ മാക്രോസ്കോപ്പിക് സിസ്റ്റത്തിനുള്ളതാണ്. അത് ഇറ്റ് ഫെയിൽസ് ഇൻ ദ കേസ് ഓഫ് മൈക്രോസ്കോപ്പിക് സിസ്റ്റം. അതുകൊണ്ടായിരുന്നു നമ്മൾ അറ്റം മോഡൽസ് എല്ലാം പറഞ്ഞ് ബോർ മോഡൽ വരെ എത്തിയിട്ടും വി couldn't explain the atom clearly. അപ്പോൾ മൈക്രോസ്കോപ്പിക് സിസ്റ്റത്തിന് ക്ലാസിക്കൽ മെക്കാനിക്സ് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും വലിയ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫെയിൽ ടു എക്സ്പ്ലെയിൻ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം. അപ്പോൾ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം എന്താണെന്നൊക്കെ നിങ്ങൾ ഓൾറെഡി റിവൈസ് ചെയ്തു ഡിഗ്രി ക്ലാസ്സിലത്. അപ്പോൾ അത് എന്താണെന്ന് നോക്കി വെക്കുക. പിന്നെ ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആൻഡ് കോംപ്ടൺ ഇഫക്റ്റ്. ഇത് രണ്ടും ഇലക്ട്രോണിൻ്റെ പാർട്ടിക്കിൾ നേച്ചറിനെ കുറിച്ചുള്ളതായിരുന്നു. എന്നിട്ട് പോലും ഇറ്റ് ഫെയിൽ ടു എക്സ്പ്ലെയിൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആൻഡ് കോംപ്ടൺ ഇഫക്റ്റ്. ഇറ്റ് ഓൾസോ ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. നീൽസ് ബോർ ഡിസ്ക്രൈബ് ചെയ്ത ഹൈഡ്രജൻ ആറ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്ലാസിക്കൽ മെക്കാനിക്സിന് കഴിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ മെയിൻ ലിമിറ്റേഷൻസ് ഓഫ് ക്ലാസിക്കൽ mechanics. So with these limitations, ഈ ലിമിറ്റേഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രപ്പോസ് ദ ഡുവൽ നേച്ചർ ഓഫ് ലൈറ്റ്. ഓക്കെ, ഹി എക്സ്പ്ലെയിൻ ദാറ്റ് light is an electromagnetic radiation having both wave and particle nature. He named the particles in light as photons, and the energy associated with photons were described to be E is equal to h nu. അപ്പോൾ ലൈറ്റ് ഹാസ് ബോത്ത് പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് വേവ് നേച്ചർ എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇറ്റ് വാസ് ഇൻ 1905 എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അതിൻ്റെ ചുവട് പിടിച്ച് ഡി ബ്രോഗ്ലി ഇൻ 1924 പ്രപ്പോസ് ദ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ. എന്ന് വെച്ചാൽ ഹി പ്രപ്പോസ് ദാറ്റ് every matter is associated with waves known as matter waves having a specific wavelength. എന്ന് വെച്ചാൽ matter has dual nature, both particle nature as well as wave nature, and the waves associated with matter were called matter waves. അപ്പോൾ ഇലക്ട്രോണ് മാറ്റർ ആണ്. അപ്പോൾ ഇലക്ട്രോണിനും ഈ ഡുവൽ നേച്ചർ ഉണ്ട്. ഇലക്ട്രോണും ബിഹേവ്സ് ബോത്ത് ആസ് എ പാർട്ടിക്കിൾ ആസ് വെൽ ആസ് എ വേവ് എന്ന് പ്രപ്പോസ് ചെയ്തു ഡി ബ്രോഗ്ലി 1924, വിച്ച് വാസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഐൻസ്റ്റീൻസ് ഡുവൽ നേച്ചർ ഓഫ് ലൈറ്റ്. അപ്പോൾ വേവ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത എല്ലാ സാധനങ്ങൾക്കും പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഡുവൽ നേച്ചർ ഓഫ് ലൈറ്റിൽ നിന്ന് വ്യക്തമാവുകയും പിന്നീട് ഡി ബ്രോഗ്ലി വന്ന് മാറ്റർ ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് വേവ് നേച്ചർ എന്ന് പറഞ്ഞ് ഡുവൽ നേച്ചർ ഓഫ് മാറ്ററും പ്രപ്പോസ് ചെയ്തു. ആൻഡ് ദിസ് ലെഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി. അപ്പോൾ ഏതൊരു വേവിനും പാർട്ടിക്കിൾ നേച്ചറുണ്ട്, ഏതൊരു പാർട്ടിക്കിളിനും വേവ് നേച്ചറും ഉണ്ട് എന്നുള്ളത് ഈ രണ്ട് സയൻറ്റിസ്റ്റിൻ്റെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയും ഡി ബ്രോഗ്ലിയുടെയും എക്സ്പ്ലനേഷൻസിൽ നിന്ന് ക്ലിയർ ആയി. The momentum of a moving particle is inversely proportional to the wavelength of the wave associated with it. ഇതാണ് ഡി ബ്രോഗ്ലിയുടെ ഹൈപ്പോത്തസിസ്. ഡി ബ്രോഗ്ലി വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി ഓഫ് ഇലക്ട്രോൺസ് പറഞ്ഞത്
wave particle duality of matter പറഞ്ഞത് ഇങ്ങനെയാണ്. The momentum of a moving particle is inversely proportional to the wavelength of the wave associated with it. അപ്പോൾ ഇതിൽ രണ്ടും വരുന്നുണ്ട്. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് is inversely proportional to the momentum of that moving particle. അപ്പോൾ ഇതിൽ നിന്നാണ് ഇതാണ് de Broglie's hypothesis. Now let's see the derivation of de Broglie wavelength. അപ്പോൾ ഐൻസ്റ്റീൻ ആദ്യം പറഞ്ഞത് E is equal to h nu അല്ലേ? എന്താണിത്? ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് ആൻഡ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് the particle with light is E is equal to h nu. Einstein also said that E is equal to mc squared. What is this? ഒരു moving particle with a mass m has an energy E associated with this with it. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താണ് നമ്മൾ de Broglie വേവ് ലെങ്ത് കാണുന്നത്. h nu is equal to mc squared. This for a moving particle, the energy associated with its wave is h nu and the energy associated with the particle nature is mc squared. അപ്പോൾ therefore രണ്ടും ഒരേ പാർട്ടിക്കിളിൻ്റെതായതുകൊണ്ട് h nu should be equal to mc squared. h nu എന്ന് പറഞ്ഞാൽ nu is c by lambda. hc by lambda is mc squared, or from this നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുകയാണ്. എച്ച് സി ബൈ എം സി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു ലാംഡ, ഓർ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം സി. അപ്പോൾ ഹിയർ സി ഈസ് ദ velocity of light. If the particle is moving with the velocity of light, this is the wavelength associated with it. If the particle is moving with a velocity v, what will be the equation? It will be lambda is equal to h by mv. What is mv? M into v is the momentum p. This implies lambda is equal to h by p. This relation is known as de Broglie's relation, which gives the de Broglie wavelength associated with matter waves. So de Broglie put forward the hypothesis that every moving particle is associated with a wave which is known as matter wave. So in order to prove the existence of wave nature to particles, some experiments were conducted. The first set of experiment was conducted by Davison and Germer, and you must have studied the experimental verification by Davison and Germer experiment in your degree classes. Now let's rewind what that experiment is. അപ്പോൾ നമുക്ക് ആ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് ആദ്യം അറിയണമെങ്കിൽ നമുക്ക് ആദ്യം ഇലക്ട്രോൺ ഡൈഫ്രാക്ഷൻ എന്താണെന്ന് അറിയണം. അപ്പോൾ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഫിസിക്സ്, ഇലക്ട്രോൺസ് ഷുഡ് ബിഹേവ് ലൈക്ക് പാർട്ടിക്കിൾസ് അല്ലേ? ഇലക്ട്രോൺസ് പാർട്ടിക്കിൾ നേച്ചറുള്ള പാർട്ടിക്കിളാണ്. അപ്പോൾ ദെയർഫോർ ഇറ്റ് ഷുഡ് ബിഹേവ് ലൈക്ക് പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ദേ ഷുഡ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് ഡു നോട്ട് ബെൻഡ്. ഇഫ് വി ഫയർ എ ബീം ഓഫ് ഇലക്ട്രോൺസ് ത്രൂ എ ഡബിൾ സ്ലിറ്റ് onto a detector, we should get 2 bands. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് പാർട്ടിക്കിൾ നേച്ചർ ആണെങ്കിൽ അത് ബെൻഡ് ചെയ്യാൻ പാടില്ല, അത് സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഡബിൾ സ്ലിറ്റ് എന്ന് വെച്ചാൽ ഇതെന്താണ്? ഇതൊരു സ്ക്രീനാണ്. ആ സ്ക്രീനിൽ 2 ചെറിയ സ്ലിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ദിസ് ഇസ് ഡബിൾ സ്ലിറ്റ് സ്ക്രീൻ വിത്ത് 2 സ്ലിറ്റ്സ്. അതിലേക്ക് നമ്മൾ ഈ ഇലക്ട്രോൺ പാർട്ടിക്കിൾസിനെ കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കണം? ആ സ്ലിറ്റിൽ കൂടെ മാത്രം പാർട്ടിക്കിൾ പാസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഒപ്റ്റിക്കൽ സ്ക്രീൻ, ഇതൊരു ഒപ്റ്റിക്കൽ സ്ക്രീനാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ വന്ന് പതിക്കുമ്പം അതിൻ്റെ ഇംപ്രഷൻ ഈ സ്ക്രീനിൽ ഉണ്ടാകും. ഇത് സ്ക്രീൻ ഈ ഒപ്റ്റിക്കൽ സ്ക്രീൻ ഡബിൾ സ്ലിറ്റിനെ ഫേസ് ചെയ്തിരിക്കുമ്പോഴാണ്. അത് നമ്മുടെ നേരെ തിരിച്ചു വെക്കുമ്പോൾ ഉള്ളതാണ് ഈ ഫ്രണ്ട് വ്യൂ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ സ്ക്രീനിൽ ഇവിടെ വന്ന് വീഴുന്നത് പാർട്ടിക്കിൾ ആണെങ്കിൽ 2 ബാൻഡ് ആയിട്ട് വേണം
കിട്ടാൻ. ഇതേപോലത്തെ 2 ബാൻഡായിട്ട് വേണം കിട്ടാൻ. അപ്പോൾ ഇലക്ട്രോൺസ് ഡൈഫ്രാക്റ്റ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് ദേ ഹാവ് പാർട്ടിക്കിൾ നേച്ചർ. അപ്പോൾ if the slits are made small enough and close enough together, we actually observe the electrons are diffracting through the slits and interfering with each other just like waves. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ഇലക്ട്രോൺസ് ഡൈഫ്രാക്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇഫ് വി ആർ മേക്കിംഗ് ദ സ്ലിറ്റ്സ് സ്മോൾ ഇനഫ്, വളരെ ചെറിയ സ്ലിറ്റും വളരെ അടുത്തുമാണ് ഈ സ്ലിറ്റുകൾ നമ്മൾ വെക്കുന്നതെങ്കിൽ ആക്ച്വലി വി ക്യാൻ ഒബ്സർവ് ദാറ്റ് ഇലക്ട്രോൺസ് ആർ ഡൈഫ്രാക്റ്റിംഗ് ആൻഡ് ഇൻ്റർഫിയറിംഗ് വിത്ത് ഈച്ച് അതർ ജസ്റ്റ് ലൈക്ക് വേവ്സ്. ബെൻഡ് ചെയ്തിട്ട് രണ്ട് ഇലക്ട്രോൺസിൻ്റെ വേവ്സ് ഇൻ്റർഫിയറൻസ് കാണിക്കുകയും ചെയ്യും. ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ്സ് കമ്പൈൻ ചെയ്യുന്നതിനെയാണ് ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ നമുക്ക് ആക്ച്വലി കിട്ടിയത് ഇങ്ങനെയാണ്. ഈ സ്ലിറ്റ്സ് വളരെ ചെറുതും വളരെ ക്ലോസും ആണെങ്കിൽ ഇലക്ട്രോൺസിനെ ഈ സ്ലിറ്റിൽ കൂടെ പാസ് ചെയ്യുമ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് 2 ബാൻഡ്സ് ആണ്. ബട്ട് വി ഗോട്ട് സോ മെനി ബാൻഡ്സ്. വാട്ട് ഡസ് ദാറ്റ് ഇംപ്ലൈ? This implies that electrons have diffracted. They have bent around the slit. ആ ബെൻഡ് ചെയ്യുകയും എന്നിട്ട് പുറത്തോട്ട് വരുന്ന ഇലക്ട്രോൺസിൻ്റെ വേവ് സെയിം ഫേസിൽ പുറത്തു വരുന്ന ഡിഫ്രാക്റ്റഡ് ഇലക്ട്രോൺ ബീംസുമായിട്ട് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ഉണ്ടാവുകയും ഡിഫറെൻറ്റ് ഫേസിൽ ഉണ്ടാവുന്ന ഇലക്ട്രോൺ വേവ്സുമായിട്ട് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ഉണ്ടാവുകയും എന്നിട്ട് പലതരത്തിലുള്ള ബാൻഡ്സ് വരികയുമാണ്